ഹലോ ഗുഡ് മോർണിംഗ് എവരി വൺ. ടുഡേ ക്ലാസ് ഇസ് ഫിസിക്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബൈൻഡിങ് എനർജി എന്താണെന്നൊക്കെ നോക്കി. ഈ ക്ലാസ്സിൽ നമുക്ക് ബൈൻഡിങ് എനർജി കർവ് പറയാം. ബൈൻഡിങ് എനർജി കർവ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേബിൾ ന്യൂക്ലിയസിൻ്റെ മാസ് നമ്പറും ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണ്. ഇതിനെയാണ് എന്ന് പറയുന്നത് ബൈൻഡിങ് എനർജി കർവ് എന്ന് പറയുന്നത്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എങ്ങനെ കാണുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. എന്താണ് ZmP പ്ലസ് A മൈനസ് Z ഇൻറ്റു Mn മൈനസ് M ഇൻറ്റു C² ഡിവൈഡഡ് ബൈ A ആണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. ഇതും മാസ് നമ്പറും കൂടി പ്ലോട്ട് ചെയ്താൽ കിട്ടുന്ന ഗ്രാഫാണ് ബൈൻഡിങ് എനർജി കർവ് എന്ന് പറയുന്നത്. ഇനി ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. ബൈൻഡിങ് എനർജി കർവ് മാക്സിമം എവിടെയാണ്? അയേൺ ആണ്. ദർഫോർ അയേൺ ആണ് എന്തെന്നുള്ളത് മോസ്റ്റ് സ്റ്റേബിൾ ന്യൂക്ലിയസ്. അതിൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ്? 8.8 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. ദർഫോർ നമുക്ക് എന്ത് പറയാൻ പറ്റും? അയേണിൻ്റെ ന്യൂക്ലിയോൺസുകൾ പുൾ ചെയ്യാൻ എന്ത് ചെയ്യണം? മാക്സിമം എനർജി കൊടുത്താൽ മാത്രമേ നമുക്കതിൻ്റെ ന്യൂക്ലിയോൺസുകളെ വേർതിരിക്കാൻ കഴിയുള്ളൂ. ഇനി നെക്സ്റ്റ് എന്താണ് അടുത്തതായിട്ട് പറയുന്നത്? ഒരു ന്യൂക്ലിയസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയോണുകൾ തമ്മിൽ എന്തുണ്ടാവും? ഇൻട്രാക്ഷൻസ് ഉണ്ടാകും. അതിൽ ഓരോ ന്യൂക്ലിയോണ് തമ്മിലും എന്ത് ചെയ്യുന്നുണ്ടാകും? ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടാകും. ദർഫോർ ഒരു ന്യൂക്ലിയസ് എടുക്കുകയാണെങ്കിൽ അതിൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് അല്ലേ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ A-1 ഇൻട്രാക്ഷൻസ് അവിടെ നടക്കുന്നുണ്ടാകും. ദർഫോർ ബൈൻഡിങ് എനർജി എന്നുള്ളത് എന്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? A-1 ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മൾ പറഞ്ഞു ഓരോ ന്യൂക്ലിയോൺസുകളും തമ്മിലും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അതായത് നിയറസ്റ്റ് നൈബേഴ്സ് തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ ഇൻട്രാക്ഷൻ എന്നുള്ളത് എന്തായിരിക്കും? ഒരു ഫിക്സ്ഡ് നമ്പർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസിൻ്റെ ന്യൂക്ലിയർ ഡെൻസിറ്റി എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ എന്ത് പറയാൻ പറ്റും? ആൻഡ് ദ റേഡിയസ് എന്നുള്ളത് എന്തായിരിക്കും? അപ്രോക്സിമേറ്റ്ലി കോൺസ്റ്റൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഏതൊരു ന്യൂക്ലിയസ് ആയാലും കൂടുതൽ സ്റ്റേബിൾ ആവാനാണല്ലോ നോക്കുക. അയേൺ എന്നുള്ളത് മോസ്റ്റ് സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞു. അവിടെയാണ് ബൈൻഡിങ് എനർജി മാക്സിമം ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അയേണിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തേക്കും, അതായത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എന്തായിരിക്കും ഉള്ള ന്യൂക്ലിയസ് അയേണിൻ്റെ അത്ര സ്റ്റേബിൾ ആവില്ല. മാസ് നമ്പർ കൂടുതലുള്ള ന്യൂക്ലിയസും മാസ് നമ്പർ കുറവുള്ള ന്യൂക്ലിയസും അത്ര സ്റ്റേബിൾ ആവില്ല. അപ്പോൾ ഈ ന്യൂക്ലിയസൊക്കെ സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? മാസ് നമ്പർ കൂടുതലുള്ള ന്യൂക്ലിയസ്, അതായത് ഹെവി ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് മിഡിൽ വെയ്റ്റഡ് ന്യൂക്ലിയസ് ആയിട്ട് മാറും. അങ്ങനെ മിഡിൽ വെയ്റ്റഡ് ന്യൂക്ലിയസ് ആകുമ്പോൾ അതിനെന്തായിരിക്കും? ബൈൻഡിങ് എനർജി ഒന്നും കൂടി കൂടുതലായിരിക്കും. ഈ ഹെവി ന്യൂക്ലിയസിൻ്റെ ബൈൻഡിങ് എനർജിനേക്കാളും കൂടുതലായിരിക്കും ഈ മിഡിൽ സൈസ്ഡ് ന്യൂക്ലിയസിന്. അങ്ങനെ അതെന്തായിരിക്കും? കൂടുതൽ സ്റ്റേബിൾ ആകും. അപ്പോൾ ഇവിടെ വരുന്ന എക്സ്ട്രാ എനർജി പുറത്ത് വിടുകയാണ് ചെയ്യുന്നത്. ഈ മിഡിൽ മാസ് ന്യൂക്ലിയസ് എന്തായിരിക്കും? മോർ ടൈറ്റ്ലി ബൗണ്ട് ആയിരിക്കും, കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. ഈ ഒരു പ്രോസസ്സിന്, അതായത് ഒരു സിംഗിൾ ഹൈ മാസ് ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് മിഡിൽ മാസ് ന്യൂക്ലിയസ് ആയി മാറുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. Energy is released in the nuclear fission of a single massive nucleus into two smaller fragments. ഫോർത്ത് പോയിന്റിൽ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ രണ്ട് ലോ മാസ് ന്യൂക്ലിയസ്, അതായത് മാസ് കുറവുള്ള രണ്ട് ന്യൂക്ലിയസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ മിഡിൽ മാസ് ന്യൂക്ലിയസ് ആയിട്ട് മാറും. ഈ ഒരു പ്രോസസ്സിനെയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെ എന്താണ്? ഏറ്റവും കുറവ് മാസുള്ള രണ്ട് ന്യൂക്ലിയസ് കമ്പൈൻ ചെയ്തിട്ട് കൂടുതൽ മാസുള്ള ന്യൂക്ലിയസ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ന്യൂക്ലിയസിൻ്റെ ബൈൻഡിങ് എനർജി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഈ കമ്പൈൻ ചെയ്യുന്ന രണ്ട് ന്യൂക്ലിയസിൻ്റെ ബൈൻഡിങ് എനർജിനേക്കാളും കൂടുതലായിരിക്കും ഈ ന്യൂക്ലിയസിൻ്റെ ബൈൻഡിങ് എനർജി. ഇവിടെയും എക്സ്ട്രാ എനർജി പുറത്ത് വിടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ രണ്ട് ഡ്യൂട്ടീരിയം എടുത്തു. ഡ്യൂട്ടീരിയം എന്താണ്? H12 ആണ്. ഈ രണ്ട് ഡ്യൂട്ടീരിയം കമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ട് മാറും? ഹീലിയം ന്യൂക്ലിയസ് ആയിട്ട് മാറും. ഇങ്ങനെ ഹീലിയം ന്യൂക്ലിയസ് ആകുമ്പോൾ ഈ ഡ്യൂട്ടീരിയം ന്യൂക്ലിയസിനുള്ള ബൈൻഡിങ് എനർജിനേക്കാളും കൂടുതലായിരിക്കും ഹീലിയം ന്യൂക്ലിയസിൻ്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണ്. അങ്ങനെ ഈ കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ മിഡിൽ മാസ് ന്യൂക്ലിയസ് ആയി മാറുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനും ഡീറ്റെയിൽ ആയിട്ട് നോക്കാണ്ട് ഈ ക്ലാസ്സിൽ നമുക്ക് ന്യൂക്ലിയർ ഫിഷൻ്റെ കാര്യം നോക്കാം.
ന്യൂക്ലിയർ ഫിഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞത്, ഹെവി ന്യൂക്ലിയസ് എന്ത് ചെയ്യാണ്, സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ലൈറ്റർ ന്യൂക്ലിയസ് ആയിട്ട് മാറുകയാണ്. ഈ 2 ലൈറ്റർ ന്യൂക്ലിയസിൻ്റെ ടോട്ടൽ മാസ് എന്നുള്ളത് ഈ ഹെവി ന്യൂക്ലിയസിൻ്റെ മാസിനേക്കാളും കുറവാണ്. ഈ 1938 ഒ ഹാൻ ആൻഡ് എഫ് സ്ട്രാസ്മാൻ ആണ് ഇത് കണ്ടുപിടിച്ചത്. ഇതിലെന്താ പറയുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ ഫോർ എക്സാമ്പിൾ യുറേനിയം എടുക്കുകയാണ്. യുറേനിയം 92 to 35 എന്ത് ചെയ്യാണ്, ഒരു സ്ലോ ന്യൂട്രോണ് അബ്സോർബ് ചെയ്തിട്ട് അത് എക്സൈറ്റ് ചെയ്യും. ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഈ യുറേനിയം 235 എന്നുള്ളത് എന്തായിട്ട് മാറും, യുറേനിയം 236 ആകും. ഈ യുറേനിയം 36 പിന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ലൈറ്റർ ന്യൂക്ലിയസ് ആയിട്ട് മാറാണ്. ഏതൊക്കെ, ബേരിയവും ക്രിപ്റ്റോണും. ബേരിയം 56144ഉം ക്രിപ്റ്റോൺ 3689ഉം. പിന്നെ എന്ത് ചെയ്യും, അതിൻ്റെ കൂടെ 3 ന്യൂട്രോൺ ഉണ്ടാകും, പിന്നെ എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സിനെയാണ് എന്ന് പറയുന്നത്, ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ആദ്യം എന്ത് ചെയ്യും, ഈ ഹെവി ന്യൂക്ലിയസ് സ്ലോ ന്യൂട്രോണിനെ അബ്സോർബ് ചെയ്തിട്ട് എക്സൈറ്റ് ചെയ്തിട്ട് അവിടുന്ന് എന്ത് ചെയ്യാണ്, സ്പ്ലിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിനെയാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെ എനർജി റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ യുറേനിയം 235ൻ്റെ കേസിൽ എത്രയാണ്, 200 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ് റിയാക്ഷനിൽ ഉണ്ടാകുന്ന ക്യൂ വാല്യൂ എന്നുള്ളത്. ഇനി ഇവിടെ അങ്ങനെയുള്ള മാസ് ഡിഫക്റ്റ് എത്രയാണ്, 0.2153 U ആണ്. ആൻഡ് ദ എനർജി റിലീസ്ഡ് പെർ ഫിഷൻ എത്രയാണ്, 200.55 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ നോക്കാം ന്യൂക്ലിയർ ഫിഷൻ്റെ. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ, ന്യൂക്ലിയർ ഫിഷനിൽ നമ്മൾ കണ്ടു ലാർജ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, എമിറ്റ് ചെയ്യുന്നുണ്ട്. ദെർഫോർ ഈ ന്യൂട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്, വേറൊരു ഫിഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അങ്ങനെ ലാർജ് നമ്പർ ഓഫ് ഫിഷൻ പ്രോസസ്സ് അവിടെ അങ്ങനെ നടക്കും. അതുപോലെ തന്നെ നമുക്ക് പറയാം, നമ്മൾ കണ്ടു ഈ യുറേനിയം 235 ഒരു സ്ലോ ന്യൂട്രോണിനെ ക്യാപ്ചർ ചെയ്തിട്ട് യുറേനിയം 236 ആയിട്ട് എക്സൈറ്റഡ് സ്റ്റേറ്റിലിരിക്കുന്നുണ്ട്. ഈ യുറേനിയം 236ൻ്റെ 85% മാത്രമാണ് നടക്കുന്നത്, ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ്സ് നടക്കുന്നത്. ബാക്കി അതിനുള്ള പ്രോബബിലിറ്റിയാണുള്ളത്. ബാക്കി 15% എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഗാമ റേസ് എമിറ്റ് ചെയ്തുകൊണ്ട് എക്സൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി നോക്കാം. ഫിഷൻ പ്രോസസ്സ് ലിക്വിഡ് ഡ്രോപ്പിൻ്റെ ഓസിലേഷന് സിമിലറാണ്. അതായത് ഓസിലേഷൻ ഓസിലേറ്റ് ചെയ്തുകൊണ്ട് എടുക്കും. അത് എപ്പോഴാണോ വയലൻ്റ് ആകുന്നത് അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് 2ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഫിഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഇവിടെ ഇങ്ങനെ യുറേനിയം 236ന് ഫിഷൻ പ്രോസസ്സ് നടക്കണമെങ്കിൽ ക്രിട്ടിക്കൽ എനർജി അത്യാവശ്യമാണ്. നെക്സ്റ്റ് പോയിൻ്റ് പ്രോപ്പർട്ടി ഫ്രാഗ്മെൻസിൻ്റെ കുളും ഫോഴ്സ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജിനെയാണ് എന്ന് പറയുന്നത്, ക്രിട്ടിക്കൽ എനർജി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഈ യുറേനിയം 235ൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, യുറേനിയം 235 സ്ലോ ന്യൂട്രോണിനെ അബ്സോർബ് ചെയ്തിട്ട് എക്സൈറ്റ് ചെയ്യും. അപ്പോൾ ഉണ്ടാകുന്ന എക്സൈറ്റേഷൻ എനർജി എന്നുള്ളത് ഇവിടെ എത്രയാണ്, 6.5 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. യുറേനിയം 236ൻ്റെ ക്രിട്ടിക്കൽ എനർജി എന്നുള്ളത് എത്രയാണ്, 6.2 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. അതായത് ക്രിട്ടിക്കൽ എനർജി എന്നുള്ളത് എക്സൈറ്റേഷൻ എനർജിനേക്കാളും കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യാണ്, അവിടെ അങ്ങനെ ഫിഷൻ പ്രോസസ്സ് നടക്കാം. കാരണം എക്സൈറ്റേഷൻ എനർജി എന്നുള്ളത് ക്രിട്ടിക്കൽ എനർജിനേക്കാളും കുറവായതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെ ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി കിട്ടും. ദെർഫോർ യുറേനിയം 236 അവിടെ അങ്ങനെ എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും. പക്ഷേ ഇൻ ദ കേസ് ഓഫ് യുറേനിയം 239 നമ്മൾ എടുക്കുകയാണ്. അതായത് യുറേനിയം 238 സ്ലോ ന്യൂട്രോൺസ് അബ്സോർബ് ചെയ്തിട്ട് എക്സൈറ്റ് ചെയ്തു. അപ്പോൾ അവിടെ അങ്ങനെയുള്ള എക്സൈറ്റേഷൻ എനർജി എന്നുള്ളത് 5.2 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. പക്ഷേ യുറേനിയം 239ൻ്റെ ക്രിട്ടിക്കൽ എനർജി എന്നുള്ളത് എത്രയാണ്, 5.9 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. ദെർഫോർ അവിടെ അങ്ങനെ ക്രിട്ടിക്കൽ എനർജി എക്സൈറ്റേഷൻ എനർജിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെ ഫിഷൻ പ്രോസസ്സ് നടക്കില്ല. അപ്പോൾ അവിടെ അങ്ങനെ ഫിഷൻ പ്രോസസ്സ് നടക്കണമെങ്കിൽ എന്ത് വേണം, 1 മെഗാ ഇലക്ട്രോൺ വോൾട്ടിനേക്കാളും കൈനറ്റിക് എനർജിയുള്ള ഫാസ്റ്റ് ന്യൂട്രോണിനെ അബ്സോർബ് ചെയ്താൽ മാത്രമേ അവിടെ അങ്ങനെ നടക്കുകയുള്ളൂ, ഫിഷൻ പ്രോസസ്സ് നടക്കുകയുള്ളൂ യുറേനിയം 238ൻ്റെ കേസിൽ. സോ ഇങ്ങനത്തെ കേസിൽ യുറേനിയം 239 എന്താ ചെയ്യുന്നത്, ഇപ്പോൾ സ്ലോ ന്യൂട്രോണാണ് അബ്സോർബ് ചെയ്തിട്ട് എക്സൈറ്റേഷൻ സ്റ്റേജിൽ നിൽക്കണം. യുറേനിയം 239 എന്ത് ചെയ്യും, ഗാമയോ ആൽഫയോ എമിറ്റ് ചെയ്തുകൊണ്ട് എക്സൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ അങ്ങനെ ഒരിക്കലും നടക്കില്ല, ഫിഷൻ പ്രോസസ്സ് നടക്കില്ല. എന്താ ഫോർത്ത് പ്രോപ്പർട്ടി എന്താണ്, ഫിഷൻ പ്രോസസ്സിൽ ധാരാളം മീഡിയം മാസ് ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ടാകുന്നുണ്ട്.
റിയാക്ഷൻ്റെ നാച്ചർ അനുസരിച്ചിട്ട് 1, 2, 3 ന്യൂട്രോൺസ് ഉണ്ടാകും. അപ്പോൾ ദ ആവറേജ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഈ സ്ലോ ന്യൂട്രോൺസ് ക്യാപ്ചർ ചെയ്തുകൊണ്ടുള്ള യുറേനിയം 235 പോലെയുള്ള റിയാക്ഷനിൽ ദ ആവറേജ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്നുള്ളത് എന്തായിരിക്കും? 2.5 ആയിരിക്കും. ആൻഡ് ദ നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്താണ്? ഇവിടെ അങ്ങനെ എന്തുണ്ടാകുന്നുണ്ടാവും? ഈ ഫ്രാഗ്മെൻറ്റ്സിന് കുളും റിപ്പൾഷൻ കാരണം അവിടെ നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ലാർജ് കൈനറ്റിക് എനർജിയോടുകൂടി അത് അവിടുന്ന് പോകും. ഈ എനർജി എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ കൊളീഷൻ വഴി വേറൊരു ആറ്റത്തിന് എന്ത് ചെയ്യാണ്? ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ് us wind up the class. Thank you.